വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സത്രം റൂട്ടിൽ വിനോദസഞ്ചാരികളുമായി സർവീസ് നടത്തുന്ന സഫാരി ജീപ്പുകൾ നാട്ടുകാർ തടഞ്ഞു. ജീപ്പുകൾ സർവീസ് നടത്തുന്നത് മൂലം റോഡ് തകർന്നെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞത്. തുടർന്ന് സഫാരി ജീപ്പ് സംയുക്ത യൂണിയൻ ഭാരവാഹികളും നാട്ടുകാരും നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ റോഡിന്റെ തകർന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നൽകാമെന്ന വ്യവസ്ഥയിൽ വാഹനങ്ങൾ കടത്തിവിട്ടു. വിനോദസഞ്ചാരികളുമായി വള്ളക്കടവ് വഴി എത്തുന്ന സഫാരി ജീപ്പുകൾ റോഡ് സഞ്ചാരയോഗ്യമല്ലാതാക്കിയെന്ന് ആരോപിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞത്. കൂടാതെ അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ കുട്ടികളടക്കമുള്ള പ്രദേശവാസികൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ ആരോപിച്ചു. നമ്മുടെ ഈ റോഡ് പോയിട്ട് കുറേ നാളുകളാവുന്നു. അപ്പോൾ പല പ്രാവശ്യം നമ്മൾ വണ്ടിക്കാരോട് ഞാൻ പറയാറുണ്ട്, കൈ കാണിച്ച് പറയാറുണ്ട് ഈ റോഡ് നന്നാക്കി തരണമെന്ന്. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവർ ഓവർ സ്പീഡുമാണ്, ഒരു ഓണടിയോ ഒന്നുമില്ലാതെ ധാരാളം വണ്ടിയിൽ വരുന്നു. ഇവിടെ അനേക കുഞ്ഞുങ്ങൾ സ്ത്രീകളുണ്ട്. നേരത്തെ തന്നെ ഒരു ഓട്ടോ വിളിച്ചാൽ 50 രൂപയ്ക്ക് ഒരു ഓട്ടോ വരും. ഇന്നിപ്പോൾ 250 രൂപ കൊടുക്കാൻ പറഞ്ഞാൽ പോലും വള്ളക്കടവിൽ നിന്ന് ഒരു ഓട്ടോ ഇങ്ങോട്ട് കയറി വരുന്നില്ല. അങ്ങനെ ഈ റോഡ് വളരെ തകർന്നു കിടക്കുകയാണ്. അതുമൂലം ഇവിടെ ഉള്ള ഒരു ചർച്ച ഉണ്ട്. അതുപോലെ മറ്റ് ധാരാളം പ്രായമുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇന്ന് റോഡ് ഇങ്ങനെ ഉപരോധിക്കാനുള്ള കാരണം. അടിയന്തരമായിട്ട് റോഡ് നന്നാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു. വാഹനങ്ങൾ തടഞ്ഞതോടെ സ്ഥലത്തേക്ക് കൂടുതൽ ആളുകളെത്തി. തുടർന്ന് കുമളിയിലെ സഫാരി ജീപ്പ് ഡ്രൈവേഴ്സ് സംയുക്ത യൂണിയൻ ഭാരവാഹികളും നാട്ടുകാരുമായി ചർച്ച നടത്തി. ചർച്ചയ്ക്കൊടുവിൽ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് ചെയ്ത് നൽകാമെന്ന വ്യവസ്ഥയിൽ ജീപ്പുകൾ കടത്തിവിടുകയായിരുന്നു.